ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ CSEB പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ സീരീസ്. കാരണം 2 3 മാർക്കൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ മാത്സിന് 20 ക്വസ്റ്റ്യൻ ഉൾപ്പെടെ 10 മാർക്കിനാണ് മാത്സിൻ്റെ ആ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതായത് CSEB എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ക്ലർക്ക് കാഷ്യർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ജാനുവരി 10 വരെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സോ CSEB എക്സാം അപേക്ഷിക്കാൻ യോഗ്യതയുള്ള എല്ലാവരും എക്സാം അപേക്ഷിക്കാൻ ശ്രമിക്കുക, മറക്കരുത്. ജനുവരി 10 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ അപേക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ സബ്ജക്റ്റും അതിൻ്റെ രീതിയിൽ നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതിൽ മാത്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ റീസണിങ് ആണ്. മീൻസ് മാത്സിൽ അരിത്തമെറ്റിക് പാർട്ടുണ്ട്, റീസണിങ് പാർട്ടും ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് റീസണിങ് പാർട്ടാണ്. അപ്പോൾ ഈ റീസണിങ് പാർട്ടിൽ ഏകദേശം 20 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, ഇതാണ് അതിൻ്റെ വെയിറ്റേജ് എന്ന് വരുന്നത്. 20 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മോഡൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നമ്പർ സീരീസിൻ്റെ ഇതിൽ നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻസും പിന്നെ അതിലെ ലോജിക്ക് എന്താണ്, പിന്നെ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ, അതുപോലെ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യത, ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും ആദ്യ ചോദ്യം ഇവിടെ കാണുന്നുണ്ടാവും. വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ്? അപ്പോൾ സീരീസ് എന്താണ്? 2, 4, 8, 14, 22. ഈ സീരീസിലെ അടുത്ത സംഖ്യയാണ് കാണേണ്ടത്. അപ്പോൾ ഈ സീരീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കണക്ഷൻ കിടക്കുന്നുണ്ടാവും. ഇതിലെ കണക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താണ് കണക്ഷൻ? 2, 4 അല്ലേ? 2ന്റെ ഡിഫറൻസ് ഉണ്ട്. ദെൻ 4ഉം 8ഉം ആണെങ്കിൽ 4ന്റെ ഡിഫറൻസ്. 8ഉം 14ഉം ആണെങ്കിൽ 6ന്റെ ഡിഫറൻസ്. 14ഉം 22ഉം ആണെങ്കിൽ 8ന്റെ ഡിഫറൻസ്. വേണ്ടില്ലേ? ആ ഡിഫറൻസ് നോക്കിയേ, വ്യത്യാസം നോക്കിയേ, അടുത്തടുത്ത 2 നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. 2, 4, 6, 8 അല്ലേ? അപ്പൊ അടുത്ത വ്യത്യാസം എത്രയായിരിക്കും? 10 ആയിരിക്കും. അതായത് 22ന്റെ കൂടെ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടേം കിട്ടും. സോ 22 + 10, 22 + 10 നമ്മുടെ ആൻസർ എത്രയാണ്? 32 ആണ് വരിക. 22 + 10 നമ്മുടെ വാല്യൂ എത്രയാണ്? 32 ആണ് വരിക. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഫറൻസിലാണ് കണക്ഷൻ കിടക്കുന്നത്. ഡിഫറൻസ് എന്താണ്? 2, 4, 6, 8 ഇങ്ങനെ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ആൻസർ എത്രയാണ്? 32 ആണ്. അപ്പോൾ ഈ രീതിയിലെ ചോദ്യങ്ങൾ വരാം ഡിഫറൻസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്. ആ ഡിഫറൻസിന്റെ ആ ലോജിക് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾ ഒരു സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സീരീസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ആ ഒരു ഡിഫറൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണക്ഷൻസ് അതിൽ കിടക്കുന്നുണ്ടോ എന്നാണ് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു സീരീസ് തന്നു കഴിഞ്ഞാൽ പ്രൈമറി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? ഈ അടുത്തടുത്ത 2 നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസത്തിൽ എന്തെങ്കിലും കണക്ഷൻ കാണുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ്? അപ്പോൾ അടുത്തൊരു സീരീസ് ആണ് 3, 6, 11, 18, 27. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സീരീസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും കണക്ഷൻസ്, ഡിഫറൻസിൽ, അതായത് വ്യത്യാസത്തിൽ, അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ എന്തെങ്കിലും കണക്ഷൻ കാണുന്നുണ്ടോ നോക്കാം. സോ 3ഉം 6ഉം ആണെങ്കിൽ എത്രയാണ്? 3യുടെ ഡിഫറൻസ് ആണ്. 6ഉം 11ഉം ആണെങ്കിൽ 5, 11ഉം 18ഉം ആണെങ്കിൽ 7, 18ഉം 27ഉം ആണെങ്കിൽ 9. കണ്ടോ? വൺസ് അഗെയിൻ ഈ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? അവിടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ്? 3, 5, 7, 9 അല്ലേ? ആ ഒരു ഓഡ് നമ്പേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 9 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ എത്രയാണ്? 11 ആണ്. സോ 27 കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 27ന്റെ കൂടെ എന്ത് ചെയ്യണം? 11 ആഡ് ചെയ്യണം. 27ന്റെ കൂടെ 11 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 38 കിട്ടും. സോ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 38 ആണ് അടുത്ത നമ്പർ എന്ന് പറയുന്നത്. 3, 6, 11, 18, 27. അപ്പോൾ 38 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 38. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെയും എന്താണ്? ഡിഫറൻസിലാണ് കണക്ഷൻ കിടക്കുന്നത്. ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. വൺസ് അഗെയിൻ 1, 2, 6, 24, 120. ഇപ്പം ഇവിടെ ഒരു വെറൈറ്റി ആയുള്ള സീരീസ് ആണ്. ഇവിടെ നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 1, 4, 20 അല്ലേ? ഒരു എന്ത് ഫീൽ ചെയ്യത്തില്ല? ഇവിടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യത്തില്ല? ഒരു കണക്ഷൻ ഫീൽ ചെയ്യത്തില്ല.
ഇവിടെ ആക്ച്വൽ കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 2 6 24 120. ഓക്കെ, ഇവിടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ ഫീൽ ചെയ്യത്തില്ല. ഇവിടുത്തെ ആക്ച്വൽ ഈ ഒരു കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1ഉം 2ഉം 1ന്റെ ഡിഫറൻസ്, അല്ലെങ്കിൽ ഡിഫറൻസ് അല്ല, 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. ഈ സീക്വൻസിലെ ഫസ്റ്റ് മെമ്പർ ആയിട്ടുള്ള 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 6 കിട്ടും. അപ്പോൾ ഈ സീക്വൻസിലെ അടുത്ത മെമ്പർ ആയിട്ടുള്ള 2നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 6 കിട്ടും. 6നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 24 കിട്ടും. അപ്പോൾ അടുത്ത മെമ്പർ ആയിട്ടുള്ള 6നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അടുത്ത മെമ്പർ ആയിട്ടുള്ള 24 കിട്ടും. 24 നമ്മൾ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മെമ്പർ ആയിട്ടുള്ള 120 കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നമ്മൾ എന്താണ് ആദ്യം ഇൻറ്റു 2 ചെയ്തു, പിന്നെ ഇൻറ്റു 3 ചെയ്തു, പിന്നെ ഇൻറ്റു 4 ചെയ്തു, പിന്നെ ഇൻറ്റു 5 ചെയ്തു. അതായത് അങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ആ ഒരു സീരീസിലെ അഡ്ജസൻറ്റ് മെമ്പറിനെ കിട്ടും, നെക്സ്റ്റ് മെമ്പറിനെ കിട്ടും. സോ 120 നമ്മൾ എന്ത് ചെയ്യാണ്? 120 നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി എത്ര കൊണ്ടാണ് ഗുണിക്കുക? ഇവിടെ 2 3 4 5. അപ്പം ഇനി എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 6 കൊണ്ടാണ് 120യെ ഗുണിക്കേണ്ടത് അല്ലേ? സോ 120 ഇൻറ്റു 6 എത്ര വരും? നമ്മുടെ ആൻസർ എത്ര വരും? 720 എന്ന് വരും. 720 ആണ് ആൻസർ ആയിട്ട് വരിക. 720 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ഡിഫറൻസ് കണക്ഷൻ അല്ല, ഇവിടെ എന്താണ്? അടുത്തടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഒരു ഇൻറ്റു കണക്ഷൻ ആണ്. ആ ഒരു ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയുള്ള ഒരു കണക്ഷൻ ആണ്. ഇൻറ്റു ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? അടുത്ത മെമ്പറിനെ ഈ സീരീസിൽ കിട്ടത്തുള്ളൂ. സോ അടുത്ത ആൻസർ എന്താ വരിക? 120നെ 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 720 ആണ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക. അടുത്തത്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ് 1 4 10 19 31? അപ്പോൾ വൺസ് അഗെയിൻ 1 4 10 19 31 ഇതാണ് കണക്ഷൻ അല്ലേ? ഇതാണ് സീരീസ്. ഇതിനെ കണക്ഷൻ എന്താ നോക്കാം. 1ഉം 4ഉം ആണെങ്കിൽ 3 ആണ് ഡിഫറൻസ്, 4ഉം 10ഉം ആണെങ്കിൽ 6, 10ഉം 19ഉം ആണെങ്കിൽ 9, 19ഉം 31ഉം ആണെങ്കിൽ 12. കണ്ടോ? അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ ഡിഫറൻസ് ആയിട്ട് വരിക. 3 6 9 12 അല്ലേ? 3യുടെ മൾട്ടിപ്പിൾസ് എന്താണ്? ഡിഫറൻസ് ആയിട്ട് വരികയാണ്. 12 കഴിഞ്ഞ് അടുത്ത ഡിഫറൻസ് എത്ര വരും? 15 അല്ലേ? 3 6 9 12 15 അല്ലേ? 31 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഡിഫറൻസ് എത്ര വരും? 31ന്റെ കൂടെ നമ്മൾ എത്ര ആഡ് ചെയ്യേണ്ടത്? 15 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടും. എത്രയാണ്? 46 ആണ് ആൻസർ വരിക. സോ ഇവിടുത്തെ കണക്ഷൻ എന്താണ്? 3 6 9 12 15. ഓക്കെ, അപ്പോൾ ഇവിടെ കണക്ഷൻ കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല, വളരെ സിമ്പിൾ ആണ്. എന്താണ് ഇവിടെ 3ന്റെ മൾട്ടിപ്പിൾസ് എന്താണ്? ഡിഫറെൻ്റ് ആയിട്ട് വരികയാണ്. ഡിഫറെൻ്റ് അല്ല, ഡിഫറൻസ് ആയിട്ട് വരികയാണ്. ഓക്കെ, 3ന്റെ മൾട്ടിപ്പിൾസ് 3 6 9 12 നമുക്ക് 31ന്റെ കൂടെ 15 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 46 കിട്ടും. സോ 46 ആണ് ഇവിടുത്തെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഡിഫറൻസ് വരുന്ന സീക്വൻസ് പഠിച്ചു, അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും നമ്പേഴ്സ് കൊണ്ട് ഇൻഡ്യൂ ചെയ്തുള്ള കണക്ഷൻ പഠിച്ചു. പിന്നെ ഇവിടെ ഇപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും പഠിച്ചു. അടുത്ത ചോദ്യം, ലുക്ക് അറ്റ് ദ സീരീസ് 7 10 8 11 9 12. വാട്ട് നമ്പർ ഷുഡ് കം നെക്സ്റ്റ്? അപ്പോൾ ഒരു സീക്വൻസ് ആണ്. സോ അടുത്ത നമ്പർ എന്താ വരിക എന്നുള്ളതാണ് ചോദ്യം. 7 10 8 11 9 12. ഇവിടെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒന്നിടവിട്ട നമ്പേഴ്സ് ആണ് ആക്ച്വലി കണക്ഷൻ കിടക്കുന്നത്. നോക്കിക്കേ, 7ഉം 8ഉം 7ന്റെ കൂടെ 1 കൂട്ടിയ 9, 7ന്റെ കൂടെ 1 കൂട്ടിയ 8, 8ന്റെ കൂടെ 1 കൂട്ടിയ 9 അല്ലേ? ഇവിടെയാണെങ്കിലും 10ന്റെ കൂടെ 1 കൂട്ടിയ 11, 11ന്റെ കൂടെ 1 കൂട്ടിയ 12 അല്ലേ? അപ്പോൾ ഇവിടെയും +1 ആണ് കണക്ഷൻ. ഓക്കെ, ഇവിടെയും +1 ആണ്. സോ 9 കഴിഞ്ഞ അടുത്ത എത്ര വരിക? അടുത്ത +1 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 10 എന്ന ആൻസർ വരും. 10 ആണ് ആൻസർ. അപ്പോൾ ഇവിടെ +1 കണക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ആൾട്ടർനേറ്റീവ് നമ്പേഴ്സ് ആണ് കണക്ഷൻ, അടുത്തടുത്ത നമ്പേഴ്സ് അല്ല. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒന്നിടവിട്ട നമ്പേഴ്സ് തമ്മിലാണ് ആക്ച്വലി കണക്ഷൻ കിടക്കുന്നത്. ഓക്കെ, +1 +1. ഇവിടെയാണെങ്കിൽ +1 +1 +1 കണക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. ക്ലിയർ ആണല്ലോ? +1 കണക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു CSEB എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജനുവരി 10 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ CC ഓൾറെഡി ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുതിയ ബാച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് ആണ്, നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ 24/7 മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും, ലൈവ് സെഷൻസ് ഉണ്ടാവും, ആപ്പിൽ റെക്കോർഡിംഗ് ക്ലാസ് അവൈലബിൾ ആണ്. അതനുസരിച്ചുള്ള പ്രിവ്യൂ ക്ലാസ്സുകളായിരിക്കും ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CSEB എക്സാം
പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് 8921440580 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? സോ അടുത്തത് വൺസ് അഗെയിൻ അടുത്തൊരു നമ്പർ സീരീസ് ആണ്. ലുക്ക് അറ്റ് ദ സീരീസ് 31, 29, 24, 22, 17. വാട്ട് നമ്പർ ഷുഡ് കം നെക്സ്റ്റ്? ഇപ്പം ഇവിടെയും ആൾട്ടർനേറ്റീവ് കണക്ഷൻ ആണ്. നോക്കിയേ നിങ്ങൾ 31 24 ആണെങ്കിൽ -7ന്റെ കണക്ഷൻ അല്ലേ, 24 17 ആണെങ്കിൽ -7ന്റെ കണക്ഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ 29 22 ആണെങ്കിൽ -7ന്റെ കണക്ഷൻ, 22 -7 ആണെങ്കിൽ 15 വരിക. അപ്പോൾ ഇവിടെ -7 കണക്ഷൻ ആണ് ഇവിടെ വരുന്നത് അല്ലേ. 24 -7 കുറച്ച് കഴിഞ്ഞാൽ 15 കിട്ടും. അപ്പം 15 ആണ് ആൻസർ ആയിട്ട് വരിക. സോ -7 കണക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ആൾട്ടർനേറ്റീവ് നമ്പേഴ്സ് തമ്മിലുള്ള കണക്ഷൻ ആണ് -7ന്റെ കണക്ഷൻ. ഇപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും കേട്ടോ. അധികവും എക്സാമിൽ കണ്ടിട്ടുള്ളത് എന്താണ്, ഈ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒന്നിടവിട്ട നമ്പേഴ്സ് തമ്മിലുള്ള കണക്ഷൻ വെച്ചുള്ള ചോദ്യങ്ങളാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത് ലുക്ക് അറ്റ് ദ സീരീസ് 2, 6, 18, 54. വാട്ട് നമ്പർ ഷുഡ് കം നെക്സ്റ്റ്? എന്താണ് 2, 6, 18, 54 അല്ലേ. 2ന് നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 6 കിട്ടും. 6ന് നമ്മൾ 3 കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടും. 8ന് നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും, 54 കിട്ടും. 54നെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും, നമുക്ക് 162 കിട്ടും. സോ 162 ആണ് ആൻസർ. എന്താണ് ഇവിടെ ഈ സീക്വൻസിലെ ആയ നമ്പറുള്ള 2നെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി, 6 കിട്ടി. 6 നമ്മൾ വീണ്ടും 3 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി, അടുത്ത മെമ്പറുള്ള 18ന് കിട്ടി. 18 നമ്മൾ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ അടുത്ത മെമ്പറായുള്ള 54ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി 54നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും, 162 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇൻറ്റു 3 കണക്ഷൻ ആണ്, ഇവിടെ ഉള്ളത്. സോ അടുത്ത സീരീസ് നോക്കാം. 2,5, 12.5 ഡാഷ് 78.125, 195.3125. ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയ കണക്ഷൻ ആണ്. പോയിന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇവിടെ കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസിലെ ഫസ്റ്റ് മെമ്പറായുള്ള 2നെ 2.5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും, 5 കിട്ടും. 5നെ അഗെയിൻ 2.5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 12.5 കിട്ടും. ഈ 12.5നെ നമ്മൾ അഗെയിൻ 2.5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 31.25 കിട്ടും. 31.25. ഈ 31.25നെ നമ്മൾ വീണ്ടും 2.5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ 78.125 കിട്ടുക. സോ ആക്ച്വലി ഇവിടെ ആൻസർ എത്രയാണ്, 31.25 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 31.25 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ കണക്ഷൻ എന്താണ്, അടുത്തടുത്ത രണ്ട് ടേംസ് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഫസ്റ്റ് നമ്പറിനെ, ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ ആദ്യത്തെ നമ്പറിനെ ഇൻറ്റു 2.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അടുത്ത മെമ്പറിനെ കിട്ടും. ആദ്യത്തെ നമ്പർ നമ്മൾ എന്താണ് ഇൻറ്റു 2.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അടുത്ത നമ്പർ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? സോ നെക്സ്റ്റ് 25, 49, 121, 169. ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ സ്ക്വയേഴ്സുമായി, വർഗവുമായിട്ട് കണക്ഷൻ ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടും. 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയറാണ്, 49 ആണെങ്കിൽ 7 സ്ക്വയർ, 121 11 സ്ക്വയർ, 169 13 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അടുത്തത്ര വരും, 5 സ്ക്വയർ, 7 സ്ക്വയർ, 11 സ്ക്വയർ, 13 സ്ക്വയർ. അടുത്ത എന്ത് വരും, 15 സ്ക്വയർ. എത്ര വരും, 225 ആണ് ആൻസർ. 15 സ്ക്വയർ ഈക്വൽ ടു 225 ആണ് ആൻസർ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ സ്ക്വയർ കണക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഈ സ്ക്വയർ കണക്ഷൻ, ക്യൂബ് കണക്ഷൻ, ക്യൂബിൽ നിന്ന് 1 കുറച്ച കണക്ഷൻ, ഇങ്ങനത്തെ പല കണക്ഷൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ വ്യത്യാസം വെച്ചുള്ള കണക്ഷൻസ് ഉണ്ടല്ലോ, അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ 225 ആണ് ആൻസർ ആയിട്ട് വരിക. സോ നമ്മൾ ഏകദേശം ഒരു 10ഓളം ചോദ്യങ്ങളാണ് ഈ ഒരു നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ തന്നെ വരുമെന്നല്ല, നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്പർ സീരീസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുപാട് ലോജിക് കിട്ടും. ആ ലോജിക് ഉപയോഗിച്ച് വേണം നമ്മളൊരു നമ്പർ സീരീസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ലോജിക്ക് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ വർക്കൗട്ട് നമ്മൾ ചെയ്തിട്ട് എന്താണ് അതിൻ്റെ ലോജിക്ക് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? നമ്പർ സീരീസ് പഠിക്കേണ്ട രീതി അതാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരുപാട് ഐഡിയാസ് കിട്ടും. ആ ഐഡിയാസ് വെച്ച് നമുക്ക് എക്സാം ആളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ
എന്താണ് ആ കണക്ഷൻ നമ്മൾ പഠിച്ച ഐഡിയാസ് ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഐഡിയാസ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ആദ്യം ഡിഫറൻസ് മെത്തേഡ് വെച്ചുള്ള കാര്യം പഠിച്ചു. പിന്നെ ഇൻഡ്യൂ ചെയ്യുന്നത്, പിന്നെ ആൾട്ടർനേറ്റീവ് ആയുള്ള സംഖ്യകൾ തമ്മിലുള്ള കണക്ഷൻ നമ്മൾ പഠിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കണക്ഷൻസ് പഠിച്ചു. അപ്പോൾ ഈ കണക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ കണക്ക് നമ്മൾ പറഞ്ഞു. സ്ക്വയറിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വിത്തിൻ സെക്കൻഡ് അല്ലേ, മറ്റുള്ളവരേക്കാൾ വിത്തിൻ സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം സമയം സേവ് ചെയ്യാൻ നോക്കുക. ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമയം നിങ്ങൾ നന്നായിട്ട് സേവ് ചെയ്യാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം നന്നായിട്ട് അത് ബാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ കുറച്ച് സമയം എടുത്തിട്ട് കുറച്ചായാലും കൂടുതലായാലും പെർഫെക്റ്റ് ആവണം. ആൻസർ എന്താവണം? പെർഫെക്റ്റ് ആവണം. ക്ലിയർ ആണല്ലോ? സോ എന്തായാലും നമ്മൾ ഈ നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ CSE ബാച്ച് തുടങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത വർഷം പുതുവർഷത്തിൽ എന്ത് ചെയ്യാൻ കഴിയട്ടെ? CSEB എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.